ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഈദ് റിലീസായി മാർച്ച് 19 കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ 2 ആദ്യ ഒരാഴ്ചയിലെ അതായത് വീക്കെൻഡ് കളക്ഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണ വിതരണ കമ്പനിയായ ജിയോ സ്റ്റുഡിയോസ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് നേടിയെടുത്തത് 9,21,00,000 രൂപയാണ്. ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ദുരന്തർ കേരളത്തിൽ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിരുന്നത് 8,65,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ ഭാഗത്തെ മറികടന്ന് മിന്നും പ്രകടനമാണ് ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ദുരന്തർ 2 കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ആദ്യ ദിവസമായ വ്യാഴാഴ്ച മുതൽ ഇന്നലെ 4-ാം ദിവസമായ ഞായറാഴ്ച വരെയുള്ള ചിത്രത്തിന്റെ ഇന്ത്യൻ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പ്രിവ്യൂ ഷോ ഉൾപ്പെടെ ആദ്യ ദിവസം ഹിന്ദി നെറ്റ് കളക്ഷനായി 140 കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 172 കോടി രൂപയുമാണ്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം 52 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 224 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. രണ്ടാം ദിവസം ഹിന്ദി നെറ്റ് കളക്ഷനായി 81 കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 98 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 46 കോടി ഉൾപ്പെടെ 144 കോടി രൂപയാണ് രണ്ടാം ദിവസം സ്വന്തമാക്കിയത്. മൂന്നാം ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 117 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി 138 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 57 കോടി ഉൾപ്പെടെ 196 കോടി രൂപയാണ് മൂന്നാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. നാലാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 121 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി 142 കോടി രൂപയുമാണ് നേടിയെടുത്തത്. വിദേശത്ത് നിന്ന് 56 കോടി ഉൾപ്പെടെ 198 കോടി രൂപയാണ് ഇന്നലെ മാത്രം കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിൽ നിന്നുമായി 466 കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഇതിൽ 443 കോടി രൂപയും ഹിന്ദി ലാംഗ്വേജിൽ നിന്നാണ്. 4 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ 550 കോടി രൂപയാണ്. 4 ദിവസത്തെ ടോട്ടൽ വിദേശ കളക്ഷൻ $22.4 മില്യൺ, അതായത് 211 കോടി രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 4 ദിവസം കൊണ്ട് 761 കോടി രൂപയാണ് ദുരന്തർ 2 കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 5-ാം ദിവസമായ വർക്കിംഗ് ദിനം കൂടിയാന്ന് തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ 40 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 10 കോടി മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ന് തിങ്കളാഴ്ചയിലെ ഇന്ത്യൻ പ്രീസെയിലായി ഈ സിനിമ 35 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 850 കോടി റേഞ്ചിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഈദ് റിലീസായി മാർച്ച് 19 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച 5,90,00,000, രണ്ടാം ദിവസം 7 കോടി, മൂന്നാം ദിവസമായ ശനിയാഴ്ച 7,35,00,000, നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 7,20,00,000 എന്നിങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 27,45 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 ദിവസം കൊണ്ട് 4 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 31,45 ലക്ഷം രൂപയാണ് 4 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 19 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 85 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 87 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി 5-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിലായി 1,05,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5-3 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 30 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ 100 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. പവൻ കല്യാൺ നായകനായി ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ഈദ് റിലീസായി മാർച്ച് 19 തിയേറ്ററിലെത്തി ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 64,65,00,000, കർണാടകയിൽ നിന്ന് 6,30,00,000, തമിഴ്നാട്ടിൽ നിന്ന് 86,00,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,09,00,000 എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 72,90,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് $1.3 മില്യൺ, അതായത് 9,66,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 82,56,00,000 രൂപയാണ്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് മാർച്ച് 19 തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ തമിഴ് സിനിമയാണ് യൂത്ത്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 12 ലക്ഷം രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 37 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി ഇന്നലെ 6 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 19,06,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കർണാടകയിൽ 1,64,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5,10,000 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 15 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കളക്ഷനായി 21,27,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $4,50,000, അതായത് 4,22,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് 25,49,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് തമിഴ്നാട് ഷെയറായി മാത്രം 9,38,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 11,74,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മികച്ച വിജയം നേടിയെടുത്ത യൂത്ത് എന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 19 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കന്നഡ സിനിമയാണ് ലവ് മോക്ടെയിൽ 3.
ലവ് മോക്ടെയിൽ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ചാപ്റ്ററായ ഈ സിനിമ ഡാർലിംഗ് കൃഷ്ണയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഡാർലിംഗ് കൃഷ്ണ, മിലന നാഗരാജ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ ഡാർലിംഗ് കൃഷ്ണ, മിലന നാഗരാജ്, സമൃത, റേച്ചൽ ഡേവിഡ്, അമൃത അയ്യങ്കർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെയും 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ ദിവസം 1,47,00,000, രണ്ടാം ദിവസം 1,23,00,000, മൂന്നാം ദിവസം 1,73,00,000, നാലാം ദിവസം ഞായറാഴ്ച 1,75,00,000 എന്നിങ്ങനെ 6,18,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 4 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 3,05,00,000 രൂപ ഷെയറായി നേടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ദുരന്തർ 2 എന്ന സിനിമ ഫൈനൽ കളക്ഷനായി 2,000 കോടിക്ക് മുകളിലും ആട് 3 എന്ന ജയസൂര്യ സിനിമ 200 കോടി ഫൈനൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ്. കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.